ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനാബിൾ ചെയ്ത് തൊട്ടടുത്താണ് ഓളിനെല്ലാം കൂടി എനാബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. നമ്മളിന്ന് എളുപ്പത്തിലൊരു പാൽപ്പേടയാണ് ഉണ്ടാക്കാൻ പോണത്. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് മതി പാൽപ്പേട ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ലിറ്റർ പാൽ കൊണ്ടുണ്ടാക്കിയ പനീറാണ് ഇട്ട് കൊടുത്തേക്കണത്. പനീർ ഉണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. 1/2 ലിറ്റർ പാൽ തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചിട്ട്, അതായത് ആദ്യം ഒരു സ്പൂൺ ഒഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും ഒഴിച്ചാൽ മതി. അങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ട് പിരിച്ചെടുക്കുന്ന പാൽ ഒന്ന് അരിച്ചെടുത്തിട്ട് ഒരു തുണിയിലോ അരിപ്പയിലോ അങ്ങനെയെങ്കിലും ഇട്ട് അരിക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് നല്ല വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് കഴുകിയിട്ട് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അങ്ങനെയാണ് ഈ പനീർ ഉണ്ടാക്കിയത്. ഇതൊരു 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ ആദ്യം തുടങ്ങിയപ്പോൾ ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. അതാണ് പനീർ ഇടണതും പാലൊഴിക്കണമെന്നും കാണിക്കാൻ പറ്റാഞ്ഞത്. ഈ പനീർ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ, അപ്പോൾ കട്ടയൊന്നും ഉണ്ടാവില്ല. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഫ്ലെയിം കൂട്ടി വെക്കുകയാണെങ്കിൽ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കണത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മിൽക്ക് പൗഡറാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 ചെറിയ പാക്കറ്റാണുള്ളത്. നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇതായി വരും. ഒരു 5 മിനിറ്റ് മാത്രം മതിയാവും ഇതായി വരാനായിട്ട്. കുറേശ്ശെ മിൽക്ക് പൗഡർ ഇട്ടിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കണത് ഒരു 48 ഗ്രാം എന്നാണ് അത് പുറത്ത് എഴുതിയേക്കണത്. ആകെ രണ്ടും കൂടി കൂട്ടിയിട്ട് 48 ഗ്രാം. അപ്പോൾ നിങ്ങളൊരു 2 ഗ്ലാസ് മിൽക്ക് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതായി വരും കേട്ടോ. കൂടുതൽ ക്വാണ്ടിറ്റിയും ഉണ്ടാവും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി കുറച്ചും കൂടി ഒന്ന് ആയാൽ മതി. അപ്പോൾ നമ്മൾ ഈ സൈഡിലുള്ളതൊക്കെ ഒന്ന് വടിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആയോന്ന് അറിയാനായിട്ട് ഒരു തുള്ളി ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ അത് ഉരുണ്ട് വരുവാണെങ്കിൽ അതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാറി വരുമ്പോൾ സെറ്റായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ഇത് പാനിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഡാൻസിങ് കൺസിസ്റ്റൻസി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് കയ്യിൽ പിടിക്കാവുന്ന ഒരു പാകമാകുമ്പോൾ നമുക്കെടുത്തൊരു ബോളാക്കിയിട്ട് അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരെണ്ണം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആട്ടോ. കടയിൽ നിന്ന് വാങ്ങണ ആ പാൽപ്പേട പോലെ തന്നെ ഉണ്ടാവും. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനാബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.